ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ചങ്ങനാശ്ശേരിയിലുള്ള സുസൂക്കിയുടെ PM മോട്ടോഴ്സിലാണ്. അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ പുതിയ സുസൂക്കി ആക്സസ് 125 റിവ്യൂ ചെയ്യാനാണ്. സോ ഗൈസ്, നമുക്ക് ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ കാണാം. ആക്സസ് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ പുതുതായിട്ട് നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷനാണ് ഇപ്പോൾ ഇത് ഇറങ്ങിയിരിക്കുന്നത്. ഇതിന് മൊത്തം നമുക്ക് 3 വേരിയൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ബേസ് മോഡൽ വരുമ്പം അതിന് സാധാ രീതിയിലുള്ള ഡ്രം ആയിരിക്കും വരിക. ഇത് ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആയതുകൊണ്ട് ഇതിന് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. അതുപോലെ ബാക്കി ഫീച്ചേഴ്സും കാര്യങ്ങളും വരികയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ മിഡിൽ വേരിയൻ്റ് അതുപോലെ ബേസ് മോഡലിൽ നമുക്ക് ഡിസ്പ്ലേ സാധാ രീതിയിലുള്ള ഡിജിറ്റൽ ഡിസ്പ്ലേ വരില്ല. സാധാ രീതിയിലുള്ള ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത്. ഇത് ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആയതുകൊണ്ട് നമുക്ക് റൈഡ് കണക്ട് എഡിഷൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അതുപോലെ ഈ വണ്ടിയുടെ പ്രൈസ് നമ്മൾ വരികയാണെങ്കിൽ ഡ്രം വേരിയൻറ്റിന് വരുന്നത് 1,15,000, ഡിസ്ക് വേരിയൻറ്റിന് 1,23,000, അതുപോലെ ഡിസ്ക് ഫുൾ ഓപ്ഷൻ വേരിയൻറ്റ് 1,38,000 ആണ് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. യെസ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന വണ്ടിയുടെ ഫ്രണ്ട് പോർഷനിലേക്ക് നമുക്ക് ഒന്ന് നോക്കാം എന്തൊക്കെയാണ് ഫ്രണ്ട് പോർഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് ഈ സൈഡ് വ്യൂ മിറേഴ്സ് ആണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടുള്ള സൈഡ് വ്യൂ മിറേഴ്സ്. അതിൻ്റെ ബാക്ക് നമുക്ക് ബേസ് മോഡലിൽ വരുമ്പം അത് സാധാ രീതിയിലുള്ള ബ്ലാക്ക് കളറിലുള്ള ഇതായിരിക്കും വരിക. അത് മിഡിൽ ഓപ്ഷൻ ഫുൾ ഓപ്ഷനിലാണ് നമുക്ക് ഇതുപോലെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു കവറിങ്ങോടെ വരുന്നത്. പിന്നെ നമുക്ക് താഴേക്ക് വരുവാൻ നമുക്ക് LED ഹെഡ് ലാമ്പ്സ് കാണാം. അപ്പം അതിൽ നടുക്കായിട്ട് ഹൈ ബീമും 2 സൈഡിലായിട്ട് ലോ ബീമും കാര്യങ്ങളായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഒരു ഇഗ്നീഷൻ ഒന്ന് ഓണാക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത്. നടുക്ക് നമുക്ക് LED DRLും വരുന്നുണ്ട്. മുകളിൽ 2 സൈഡിലായിട്ടും ലോ ബീമും ഹൈ ബീമുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ നമുക്ക് നോക്കാവുന്നത് താഴത്തേക്ക് വരുമ്പോൾ 2 സൈഡിലായിട്ടും ഇൻഡിക്കേറ്റേഴ്സും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഫുൾ ഡിസൈൻ ഫ്രണ്ടിലേക്ക് നമുക്ക് താഴേക്ക് നോക്കുകയാണെങ്കിൽ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ മെറ്റൽ ബോഡിയും ഇവിടെ ഫൈബർ ബോഡിയായിട്ടാണ് വരുന്നത്. ഇവിടെ അതുപോലെ മെറ്റൽ ബോഡിയാണ് വരുന്നത് താഴെ. പിന്നെ നമുക്ക് ടയർ സൈസിലേക്ക് വരുവാണെങ്കിൽ ടയർ വരുമ്പോൾ 90/90 R12 ആണ് സൈസ് വരുന്നത്. ഇത് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഫുൾ ഓപ്ഷൻ മോഡലാണ്, ബ്ലൂടൂത്ത് എഡിഷൻ. ഈ മോഡലിന് വരുമ്പോൾ നമുക്ക് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ ബേസ് മോഡലിലേക്ക് വരുമ്പോൾ നമുക്ക് അലോയ് ഇല്ലാതെ സ്റ്റീൽ വീൽസും അതുപോലെ ഡ്രം ബ്രേക്സും ആയിരിക്കും വരുന്നത്. ഇത് ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് ഇതിന് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മൾ സൈഡിലേക്ക് വരുവാണെങ്കിൽ നമുക്കിവിടെ റിഫ്ലക്റ്റേഴ്സ് കാണാം. ഇനി നമുക്ക് ഈ ഫ്രണ്ട് പോർഷനിലേക്ക് വരികയാണെങ്കിൽ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിൻ്റെ സുസൂക്കിയുടെ ഒരു ലോഗോയും അതിന് താഴെ റൈഡ് കണക്ട് എഡിഷൻ എന്നുള്ള ഒരു ബാഡ്ജിങ്ങുമാണ്. ഈ സൈഡിൽ ഒരു ഹുക്കുണ്ട്. അതുപോലെ നമുക്ക് താഴെ ഒരു ഹുക്ക് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 2 സൈഡിലായിട്ട് നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട്. നമുക്ക് അത്യാവശ്യം സാധനങ്ങളെല്ലാം വെക്കാം, പേഴ്സും മൊബൈലോ അങ്ങനെ എന്തെങ്കിലും. അതുപോലെ ഫോൺ ചാർജ് ചെയ്യാനൊരു പോർട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചാർജിങ് പോർട്ടും ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് പാസ് സ്വിച്ച് വരുന്നുണ്ട്, ഹൈ ബീമും ഫുൾ ബീമും അതുപോലെ പാസ് സ്വിച്ചും. പിന്നെ നമുക്ക് ഹോണും അതുപോലെ ഹസാർഡ് സ്വിച്ച്. ഈ സൈഡിൽ നമുക്ക് ഹസാർഡ് സ്വിച്ച് വരുന്നുണ്ട്. അത് നമുക്കൊരു ന്യൂ അഡീഷനാണ്. ഹസാർഡ് സ്വിച്ച് വരുന്നുണ്ട് ഈ സൈഡിൽ. പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്ത് വരുന്നത് കാണാമല്ലോ. സ്പീഡോമീറ്ററും കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ടാണ് വരുന്നത്. ടൈം ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ട്രിപ്പ് നമുക്ക് മാറ്റാം, ട്രിപ്പ് 2 ഇടാം. പിന്നെ ബാറ്ററി വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. നമുക്ക് സർവീസും കാര്യങ്ങളും അങ്ങനത്തെ സെറ്റിങ്സൊക്കെ നമുക്കിവിടെ തന്നെയാണ്. ഓഡോമീറ്ററും പിന്നെ എത്രയാണ് ഇൻസ്റ്റൻറ്റ് മൈലേജ്, എൻജിൻ ഹീറ്റ്, ടെമ്പറേച്ചർ കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ അതുപോലെ കിലോമീറ്റർ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിസ്പ്ലേയിൽ തന്നെ കിട്ടും. അത് വണ്ടിയുടെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 5.3 ലിറ്റേഴ്സാണ്. ഒക്കെ ബാക്കിലാണ്. ഇവിടെ ആയിട്ടാണ് നമുക്ക് അതിൻ്റെ ഫില്ലിങ് വരുന്നത്. ഇവിടെ ആയിട്ടാണ് ഫ്യൂവൽ ഫില്ല് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ എൻജിൻ സ്പെസിഫിക്കേഷനിലേക്ക് നമുക്ക് വരികയാണെങ്കിൽ പവർ നമുക്ക് 8.3 bhp അറ്റ് 6500 RPM. അതുപോലെ ടോർക്ക് 10.2 Nm ടോർക്കും വരുന്നുണ്ട് 5000 RPM. സീറ്റ് ഹൈറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതുപോലെ ഇതിൻ്റെ ഒരു കാര്യം പ്രധാനപ്പെട്ട ഇതിൻ്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജിനെ കുറിച്ചാണ്. അത് എങ്ങനെയാണ് വരുന്നത്, 21.3 ലിറ്റർ അണ്ടർ സീറ്റ് സ്റ്റോറേജ് വരുന്നു. അത്യാവശ്യം ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റൊക്കെ വെക്കാവുന്ന ഒരു സ്പേസ് നമുക്ക്
സീറ്റിനടിയിൽ സ്പേസ് വരുന്നത് 305 mm ബോട്ടം ലെഗ് സ്പേസ് വരുന്നുണ്ട്, കാല് വെക്കാനുള്ള ലെഗ് സ്പേസ്. പിന്നെ അതുപോലെ അവിടെ ഹുക്കും നമുക്ക് അവൈലബിൾ ആണ്. ബാക്കിലേക്ക് വരുന്നതിലേക്ക് ബാക്കിൽ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LED ടെയിൽ ലാമ്പാണ് വന്നിരിക്കുന്നത്. രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും വരുന്നു. താഴെയാണ് നമുക്ക് റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. താഴെ റിഫ്ലക്റ്റേഴ്സ്, നമ്പർ പ്ലേറ്റും ഇവിടെ മൗണ്ട് ചെയ്യും. സസ്പെൻഷൻ്റെ കാര്യം, നമുക്ക് ഫ്രണ്ട് സസ്പെൻഷൻ വരുന്നത് ടെലിസ്കോപ്പിക് ആണ്. അതുപോലെ ബാക്ക് സസ്പെൻഷൻ നമുക്ക് വരുന്നത് സ്വിംഗ് ആം റെയർ സസ്പെൻഷനാണ് നമുക്ക് ബാക്കിൽ വരുന്നത്. നമുക്ക് ഇവിടെ ഒരു പാർക്കിംഗ് ബ്രേക്ക് വരുന്നുണ്ട് എക്സ്ട്രാ ആയിട്ട്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ വാഹനത്തിൻ്റെ ഫ്യൂവൽ ടാങ്ക് തുറക്കാനായിട്ടുണ്ട്, ഫ്യൂവൽ ലിഡ് തുറക്കാനായിട്ടുള്ള എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇത് കീ ആണ്. കീ നമ്മൾ ഇടുക, നമ്മൾ അകത്തേക്ക് പുഷ് ചെയ്തിട്ട് റൈറ്റിലേക്ക് തിരിക്കുക. അപ്പോൾ നമുക്ക് ബാക്കിൽ നമുക്ക് ലിഡ് ഓപ്പൺ ആയിട്ട് വരും. നമുക്ക് എക്സ്റ്റേണൽ ഫ്യൂവൽ ഫില്ലിങ് തന്നെ വരുന്നുണ്ട്. 5.3 ലിറ്ററാണ് ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി ഒക്കെ വരുന്നത്. സോ വാഹനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ആയിട്ട് തോന്നുന്നു. ഈ കാര്യങ്ങളൊക്കെ ഹസാർഡ് സ്വിച്ചൊക്കെ എക്സ്ട്രാ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളെല്ലാം. ഹസാർഡ് സ്വിച്ച് നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഇങ്ങനെയാണ് നമ്മൾ ഹസാർഡ് സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ വരുന്നത് ഫ്രണ്ട് പോർഷൻ. ഇവിടെ LED DRL വളരെ നല്ല ഭംഗിയായിട്ട് ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി, സ്മൈൽ ചെയ്യുന്ന പോലെ ഒരു റെട്രോ ലുക്ക് നമുക്ക് വണ്ടിക്ക് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം വന്നിട്ട് ഇവിടെ രണ്ട് സ്പേസ് ഇവിടെ കൊടുത്തിരിക്കുന്ന വളരെ ഒരു സ്പെഷ്യലായിട്ട് തോന്നുന്നു. മറ്റ് സുസുക്കി ഈക്കോ പെർഫോമൻസ് എന്നുള്ള ബാഡ്ജ് നമുക്ക് സൈഡിൽ കാണാം. അതുപോലെ ഇവിടെ സൈലൻസറും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് മൈലേജ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ നമുക്ക് ഒരു സൈലൻറ്റ് സ്റ്റാർട്ടിങ് സിസ്റ്റം നമുക്ക് വരുന്നുണ്ട് ഈ വണ്ടിയിൽ. സൗണ്ട് നേരത്തെ നല്ല സൗണ്ട് വരുന്നുണ്ട്, അത്ര സൗണ്ട് നമുക്ക് വണ്ടിക്ക് വരുന്നില്ല. നമുക്ക് ഫുഡ് റെസ്റ്റാണിത്, സ്റ്റീലിൽ തന്നെയാണ് വരുന്നത്. നമുക്ക് താഴെ സെൻട്രൽ സ്റ്റാൻഡും കാര്യങ്ങളും കാണാം. ഈ കളർ എനിക്ക് വളരെ അട്രാക്റ്റീവായി തോന്നി, ബ്ലാക്ക് കളർ. മറ്റ് വേരിയൻസ് വെച്ച് വണ്ടിയെക്കുറിച്ച് ഓവറോൾ പറയുകയാണെങ്കിൽ ഇത് ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആണ്, 1,38,000 ആണ്. ഈ വണ്ടിയെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം 125cc നമുക്ക് മെയിനായിട്ട് നമുക്ക് കോമ്പീറ്റ് ചെയ്യാവുന്ന വണ്ടികളിൽ വൺ ഓഫ് ദ മെയിൻ മാർക്കറ്റ് ലീഡ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് ആക്സസ് 125. ഇതിന് കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് നമുക്ക് ഇതിൻ്റെ സർവീസും അതുപോലെ ഇതിൻ്റെ റൈഡിങ് കംഫോർട്ടും മാത്രമല്ല ഇതിൻ്റെ ഒരു എൻജിൻ കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വണ്ടി നല്ല വാല്യൂ ഫോർ മണി ഏറിയിട്ടൊരു വണ്ടിയാണ്. കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡീലറെ നമ്പർ കൊടുത്തിട്ടുണ്ട്. കാര്യങ്ങൾ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം, കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. അങ്ങനെ നിങ്ങൾ ഒരു ഫൈനൽ ഡിസിഷൻ വണ്ടിയെക്കുറിച്ച് എടുത്താൽ മതി. സോ ഗൈസ്, ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ പരിഗണിക്കണം. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ക്വയറീസും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, അത് ഒന്ന് വിളിച്ച് നിങ്ങൾ അതുപോലെ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളെല്ലാം ബുക്ക് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.